നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിപ്രധാനപ്പെട്ട വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ക്ഷേത്രത്തിലെ കൊടിമരം എന്നത് പവിത്രതയുടെ പ്രതീകമാണ്. പവിത്രതയുടെ, ശക്തിയുടെ, ഉത്സവത്തിന്റെയൊക്കെ പ്രതീകമാണ്. നമ്മുടെ പൂർവികർ എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞു വെച്ചത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്രത്തിലെ കൊടിയേറ്റം കണ്ടാൽ കൊടി ഇറക്കം വരെ കാണണം എന്നുള്ളത് പൂർവികരുടെ നിർബന്ധമായിരുന്നു. എന്താണ് അതിലെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. വളരെയേറെ പേർക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാം എങ്കിൽ പോലും ഇതിന്റെ അന്തരാർത്ഥങ്ങളും ശാസ്ത്രീയ വശങ്ങളും ഒന്നും ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇത് വെറും ഒരു ആചാരം മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരു ശക്തമായ ആത്മീയ അടിത്തറയുണ്ട്. പ്രാചീനമായിട്ടുള്ള ശാസ്ത്രീയ പ്രതീക ശക്തിയും ഇതിനു പിന്നിലുണ്ട്. നമുക്ക് ആദ്യം കൊടിമരം എന്താണ്, അതെന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം. കൊടിമരം എന്നത് ദേവശരീരത്തിലെ മൂലാധാരത്തിന്റെ പ്രതീകമാണ്. അതായത് ദേവശരീരത്തിലെ നട്ടലിന്റെ പ്രതീകം എന്നർത്ഥം. നട്ടലിലെ മൂലാധാരത്തിൽ നിലനിൽക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉത്സവത്തിന്റെ ആരംഭത്ത് കൊടിക്കൂറ ഉയർത്തി പ്രതീകാത്മകമായി ആ കുണ്ടലിനി ശക്തിയെ സഹസ്രാര ചക്രത്തിലേക്ക് ഉയർത്തുന്നതാണ് അതിന്റെ അന്തരാർത്ഥം. കൊടിക്കൂറ ഇത്തരത്തിൽ ഉയർത്തിയുള്ള ആഘോഷം മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ദേവചൈതന്യത്തെ സഹസ്രാര ചക്രത്തിൽ വരെ എത്തിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളുടെ ആദ്യ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട ശക്തിയാണ് മൂലാധാരം. ഇനി കുണ്ടലിനി ശക്തി എന്താണ് എന്ന് നോക്കാം. അത് നട്ടലിലെ ഉറങ്ങുന്ന ശക്തിയാണ്. മൂലാധാരത്തിൽ കാണാതിരിക്കുന്ന, പക്ഷേ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു അതിദിവ്യമായിട്ടുള്ള ശക്തി തേജസ്. യോഗികൾക്ക് മാത്രമാണ് ഇതിനെ ഉയർത്തി സഹസ്രാര പത്മത്തിൽ വരെ എത്തിക്കാൻ സാധിക്കുക. കുണ്ടലിനി ശക്തി എപ്രകാരമാണ് ഉയരുന്നത് എന്ന് നോക്കാം. മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ അവിടെ നിന്ന് മെല്ലെ ഉണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹത, വിശുദ്ധി, ആജ്ഞ എന്നീ ചക്രങ്ങളിലൂടെ സഞ്ചരിപ്പിച്ച് ഉയർത്തി കൊണ്ടുവന്ന് സഹസ്രാര പത്മത്തിൽ എത്തിച്ച് ആ ശക്തിയുടെ അപാരമായിട്ടുള്ള ശക്തി വിശേഷത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്തി സഹസ്രാര പത്മത്തിൽ എത്തുമ്പോൾ ഭോഗിയിൽ നിന്നും ആ വ്യക്തികൾ യോഗിയായിത്തീരുന്നു. കൊടിമരം അഥവാ കൊടിക്കൂറ ഉയർത്തുമ്പോൾ ഈ ചടങ്ങാണ്, അതായത് ഉറങ്ങിക്കിടക്കുന്ന മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയെ ഉയർത്തി സഹസ്രാര പത്മത്തിൽ എത്തിക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും കുണ്ടലിനി ശക്തി ഉണരുന്നതാണ്. അത് അവരുടെ സഹസ്രാര പത്മം വരെ എത്തി അതിദിവ്യമായിട്ടുള്ള തേജസ് അവരിലേക്ക് എത്തുന്നതാണ്. ഇനി നമുക്ക് കൊടിയേറ്റത്തിന്റെ ആ ശരിയായിട്ടുള്ള കാര്യത്തെ ഒന്ന് പരിശോധിക്കാം. കുണ്ടലിനി ശക്തി എത്ര ഉയരത്തിലാണോ സഹസ്രാര പത്മത്തിലേക്ക് എത്തുന്നത്, അതാണ് കൊടിക്കൂറ ഉയരത്തിലുള്ള കൊടിമരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ പ്രതീകം. കൊടിയേറ്റം വഴി ദേവശക്തി ഭക്തരുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കൊടിയേറ്റം മുതൽ കൊടി ഇറക്കം വരെ ദേവചൈതന്യം അതിന്റെ പരമകാഷ്ഠയിലായിരിക്കും. ഭക്തജനങ്ങൾ ഈ സമയത്ത് ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ശക്തിയുടെ അനുഭവം അവരിലേക്ക് ലഭിക്കുന്നു. ഉത്സവത്തിനിടെ ദേവരസങ്ങൾ ആസ്വദിക്കുമ്പോഴും ഈ ശക്തി ചൈതന്യം അവരിലേക്ക് പരിലസിക്കുന്നു. അതുകൊണ്ടാണ് ഈ സമയത്ത് അതിദിവ്യമായിട്ടുള്ള ചൈതന്യം എല്ലാവരിലേക്കും പ്രവഹിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉത്സവം നടക്കുന്ന സമയത്തുമൊക്കെ പരമാവധി മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് വ്രതശുദ്ധിയോടുകൂടി ആ ക്ഷേത്ര സമീപത്ത് എല്ലായ്പ്പോഴും പറ്റുന്ന സമയങ്ങളിലെല്ലാം വ്യാപരിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇനി നമുക്ക് കൊടിയിറക്കം എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ശക്തിയുടെ ഒരു സമന്വയമാണ്. 7, 9, 10 ദിവസങ്ങളിലുള്ള ഉത്സവ സമയത്തെ ആ മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർത്തിയെടുത്ത് സഹസ്രാര പത്മത്തിൽ എത്തിച്ച കുണ്ടലിനി ശക്തിയെ മൂലാധാരത്തിൽ തിരികെ കൊണ്ടുവയ്ക്കേണ്ട ഒരു ചടങ്ങുണ്ട്. കുണ്ടലിനി ശക്തിയുടെ യഥാർത്ഥ സ്ഥാനം മൂലാധാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതീകമായിട്ട് തിരികെ മൂലാധാരത്തിൽ എത്തിക്കുന്ന ചടങ്ങാണ് കൊടിയിറക്കം. കൊടിയിറക്കം എന്നുള്ളത് സഹസ്രാര പത്മത്തിൽ നിന്ന് കുണ്ടലിനി ശക്തിയുടെ കൊടിയിറക്കമാണ്. കുണ്ടലിനി ശക്തിയെ മൂലാധാരത്തിൽ എത്തിക്കുന്നതാണ്. യോഗി ആയതിനു ശേഷം വീണ്ടും ലൗകിക ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ട ശക്തി പുനഃസ്ഥാപിക്കുന്ന ഘട്ടമാണിത്. ഭക്തരെ സംബന്ധിച്ച് ഇത് ആത്മീയമായി നിലനിൽക്കുന്ന ഉത്സവവും ഭക്തി സങ്കേതവും ഒക്കെയാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള അതിവിശാലമായിട്ടുള്ള അർത്ഥമുണ്ട്. ഇനി നമുക്ക് ഉത്സവത്തിന്റെ പ്രാധാന്യത്തെ ഒന്ന് പരിശോധിക്കാം. കൊടിയേറ്റം മുതൽ കൊടിയിറക്കം വരെ ഗ്രാമവാസികൾ ആ സ്ഥലത്ത് പ്രദേശത്ത് തന്നെ
ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു വലിയ ഘടകം എന്താണെന്ന് പരിശോധിക്കാം. അത് ഈ ദേവചൈതന്യത്തിന്റെ വ്യാപനമാണ്. ആ വ്യാപനം ഓരോ ഗ്രാമവാസിക്കും പ്രയോജനപ്പെടണമെങ്കിൽ കൊടിയേറ്റം മുതൽ കൊടിയിറക്കം വരെ ആ പ്രദേശത്ത് തുടരുന്നതിലൂടെ സാധിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എല്ലാവർക്കും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതില് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ പ്രായോഗികമായി വന്നിരുന്നേക്കാം. എന്നിരുന്നാലും ഈ സമയങ്ങളിലൊക്കെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയും പറ്റുന്നെങ്കിൽ കൊടിയേറ്റം കണ്ട് കൊടിയിറക്കം ആ സമയത്തെങ്കിലും വന്ന് കൊടിയിറക്കവും കാണാനുള്ള ശ്രമവും നടത്തേണ്ടതാണ്. ഇനി ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും ദൈവകോപത്തെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കോപിക്കുന്ന ദൈവമല്ല നമ്മുടേത്. വിശ്വാസം, കർമ്മം, ആചാരങ്ങൾ എന്നിവ കൊണ്ടാണ് പ്രപഞ്ചത്തിൽ സമാധാനം നിലനിൽക്കുന്നത്. വ്രതാനുഷ്ഠാനവും പ്രാർത്ഥനയും നമസ്കാരവും എല്ലാം ഭക്തിയുടെ ആത്മീയ ചൈതന്യത്തിന്റെ ഉന്നതിയുടെ അടിസ്ഥാനമാണ്. അതായത് ദേവകോപത്തെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. എന്നാൽ നിങ്ങൾക്ക് അതിന്റെ പരമാവധി ദേവചൈതന്യത്തിന്റെ കുണ്ടലിനി ശക്തിയുടെ ഗുണം അറിയണമെങ്കിൽ, ഗുണം ലഭിക്കണമെങ്കിൽ ആ പ്രദേശത്ത് തുടരുക. കൊടി ഇറക്ക സമയത്ത് വരാൻ പറ്റിയില്ല എങ്കിൽ ഒരിക്കലും വേവലാതിപ്പെടേണ്ടതില്ല. ഈശ്വരനെ, അതായത് ദേവനെ പ്രാർത്ഥിച്ച് ആ ദിവസങ്ങളിൽ മൂലാധാരത്തിലേക്ക് കുണ്ടലിനി ശക്തിയെ തിരികെ ഇറക്കുന്നതായി സങ്കല്പിക്കുക. ഈശ്വരനോട് അത്തരത്തിൽ പ്രാർത്ഥിച്ചാലും മതിയാകും. അത്തരത്തിലൂടെ നമുക്ക് കൊടിയിറക്കത്തിന്റെ സാന്നിധ്യം ആത്മീയമായിട്ട് ലഭിക്കുന്നതാണ്. ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൊടിമരത്തിൽ കൊടിക്കൂറ ഉയരുന്നു, മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനി ഉയരുന്നു. ഭക്തജനങ്ങളുടെ ഹൃദയങ്ങൾ അലിഞ്ഞു ചേർന്ന് ദേവചൈതന്യം എല്ലായിടത്തും പരക്കുന്നു. എല്ലാവരിലേക്കും ആ ദേവചൈതന്യം പകരുന്നു. കുടുംബം, ഗ്രാമം, ആത്മാവ് എന്നിവയെല്ലാം ഒരുമിച്ച് നമിക്കുന്ന വേള. കൊടിയേറ്റങ്ങൾ കാണുമ്പോൾ ഹൃദയങ്ങൾ ഉണരുന്നു. അതോടൊപ്പം തന്നെ കൊടി ഉയരുന്നതോടൊപ്പം തന്നെ ഹൃദയങ്ങളും ഉയരുന്നു. കൊടിയിറക്കമാകട്ടെ സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുന്നു. ഈ കാലത്ത് നാം ദൈവിക ശക്തിയെ വീണ്ടെടുക്കുന്നു. അങ്ങനെ കൊടിയേറ്റവും കൊടിയിറക്കവും മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തിയുടെ പ്രതീകമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഭക്തജനങ്ങൾക്ക് ആത്മീയവും ലൗകികവുമായിട്ടുള്ള ഉത്സാഹ ജീവിതത്തിന് ഈ ഉത്സവത്തിലൂടെ മാർഗം തെളിയിക്കുകയാണ് നമ്മുടെ പൂർവികർ ചെയ്തത്. ഓം നമോ നാരായണായ നമഃ. സ്വാമി ശരണം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള കൂപ്പുകൈ. നന്ദി, നമസ്കാരം, ശുഭദിനം.